ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരുപാടായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ തിരിച്ച് ഐ എം ബാക്ക് ടു യൂട്യൂബ്. കഴിഞ്ഞ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ ഫൗണ്ട് ഹിസ് പാസ്വേഡ് ഫൈനലി എന്ന്. ഒന്നും കൂടി ഞാൻ എൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഇനി റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഈ വീഡിയോയിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഹൗ മച്ച് ക്യാൻ ഐ സേവ് ഇൻ ജർമ്മനി. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നു, മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു, പാർട്ട് ടൈം ഒക്കെ ചെയ്തു, ഒരു ഫുൾ ടൈം കിട്ടുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വേണം അല്ലേ. അപ്പോൾ പൊതുവേ പറയാറുണ്ട് ആൾക്കാർ, ജർമ്മനിയിൽ ഫുൾ ടാക്സ് ആണ്, കിട്ടുന്നത് ഫുൾ ടാക്സ് ആയി പോകും, സേവ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഏകദേശം മോർ ദാൻ 1 year ആയി ഒരു ഫുൾ ടൈം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ദിസ് ഇസ് റൈറ്റ് ടൈം, സോ ദാറ്റ് ഇപ്പോൾ വരുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ജർമ്മനി ഡിസൈഡ് ചെയ്യുന്ന ആണെങ്കിലും ഒരു ഐഡിയ കിട്ടും എത്ര രൂപ നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് എൻ്റെ കറക്റ്റ് സാലറി അല്ല, ഞാൻ ഏകദേശം ഒരു റൗണ്ട് ഫിഗർ പറയുകയാണ്. സോ എൻ്റെ വലിയ വ്യത്യാസമില്ല, ബട്ട് ഞാനത് റൗണ്ട് ചെയ്തിട്ടാണ് ഒരു ഫിഗേഴ്സ് ഇതിൽ പറയുന്നത്. ആൻഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി, നമുക്ക് ഓരോന്നായിട്ട് പോവാം. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വേരി ചെയ്യും കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്ഥലം, നമുക്ക് എത്രയാണ് സാലറി കിട്ടിയിരിക്കുന്നത്, അപ്പോൾ നമ്മുടെ സേവിങ്സ് പൊട്ടൻഷ്യൽ എത്രയാണ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഫൈനൽ എത്ര നമ്മുടെ കയ്യിൽ കാശ് നിൽക്കും എന്നുള്ളത് അതെല്ലാം വേരി ചെയ്യും. സോ ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കൊരു റഫ് എസ്റ്റിമേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എവിടെയാണ് നമ്മൾ എഴുതി വെച്ചത്, പിന്നെ അതെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ലെറ്റ് us സേ നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്, കുഡ് ബി എനി ഇത് കേട്ടോ, ഇതിപ്പോൾ മാസ്റ്റേഴ്സ് മാത്രമല്ല, ചിലപ്പോൾ എന്താ പറയുക നേഴ്സിംഗ് ആയിരിക്കും. പക്ഷെ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ എൻജിനീയറിംഗ് എന്ന് പറയാൻ കാരണം ആ ഒരു സാലറി റേഞ്ചേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ. ഓക്കെ, സോ നിങ്ങൾ മാസ്റ്റേഴ്സ് ഇപ്പോൾ എൻജിനീയറിംഗിലോ അങ്ങനെ വല്ല ബ്രാഞ്ചിൽ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതായിരിക്കും നിങ്ങളുടെ സാലറി. കൂടാൻ ചാൻസ് ഉണ്ട്, കുറയാനും ചാൻസ് ഉണ്ട്, ബട്ട് ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക. ഞാൻ ഇവിടെ റെഫറൻസ് ആയി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മാസം പോട്ടെ, വർഷം 50,000 യൂറോ കിട്ടും എന്നുള്ള ഒരു റെഫറൻസ് ആണ്. 50,000 euros പെർ ഇയർ. ഈ 50,000 euros പെർ ഇയർ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഒരു നല്ല റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു നല്ല സ്റ്റാർട്ടിങ് സാലറി ആണ് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ എൻ്റെ അഭിപ്രായത്തിൽ. ഒന്നാമത് ഇപ്പോൾ എൻജിനീയറിംഗ് അല്ലെങ്കിൽ നമ്മുടെ പോലത്തെ ഉള്ള ഫീൽഡിൽ, അങ്ങനത്തെ ഫീൽഡിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയെങ്കിൽ ബ്ലൂ കാർഡ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു സാലറിയിൽ. 50,000 ആവശ്യമില്ല. ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ആണെങ്കിൽ 43 ഇഫ് ഐ എം നോട്ട് റോങ്, ഇപ്പം 44 അങ്ങനെ എന്തോ ആണ്. ബട്ട് 50,000 euros എന്നുള്ളത് ഒരു സേഫ് സോണാണ്, നിങ്ങൾക്ക് എന്തായാലും ബ്ലൂ കാർഡ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 50,000 പെർ ഇയർ എന്നുള്ള ഒരു എമൗണ്ട് എടുത്തിരിക്കുന്നത്. ലെറ്റ്സ് സേ നിങ്ങൾ മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് 50,000 ആണ് നിങ്ങളുടെ സാലറി. അതായത് പിന്നെ ഈ ഒരു 50,000 എന്തുകൊണ്ട് കൊണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ആൾക്കാരുടെ അടുത്ത് വാട്ട് ഇസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദ്യം വരാം ഇൻ്റർവ്യൂവിൽ. അപ്പോൾ നിങ്ങൾ 50,000 euros എന്ന് ധൈര്യമായിട്ട് പറയാം, അതൊരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. മേ ബി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജോബ് ലിസ്റ്റിംഗിൽ അതിനെക്കാട്ടിലും മുകളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ബട്ട് അല്ല, നിങ്ങൾക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ 50,000 തുടങ്ങാം. നല്ലൊരു എമൗണ്ട് തന്നെയാണത്. 50,000 euro എന്ന് പറയുന്നത് പെർ ഇയർ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, സോ 50,000 euro. ഈ 50,000 euro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4,100 euro വരും മാസം. സോ ഒന്നുകൂടി പറയാം, 4,100 റേഞ്ച് വരും. അല്ലെങ്കിൽ ലെറ്റ്സ് സേ
4200 100 to 200 റേഞ്ച് വരും മാസം. ശ്രദ്ധിക്കുക, ഇത് ടാക്സിന് മുമ്പെയാണ്. അപ്പോൾ ഈ 4200 യൂറോ മാസം കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കിട്ടും ടാക്സ് ഒക്കെ പോയിട്ട് എന്നുള്ളത് കുറച്ച് ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ഏകദേശം ഒരു ഫിഗർ പറയാം. നമ്മുടെ കയ്യിൽ ടാക്സ് എല്ലാം പോയിട്ട് 2650 യൂറോ കയ്യിൽ കിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റഫ് ഫിഗറാണ്. ഇത് എന്തൊക്കെ ബാധിക്കും, ലൈക്ക് എന്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബൈ ദ വേ, നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ ടൈം കയറി നിങ്ങൾക്ക് എത്ര രൂപ കയ്യിൽ കിട്ടും എന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ബ്രൂട്ടോ നെറ്റോ റെഷ്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിൽ പോയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ അവർ തന്നെ പറഞ്ഞുതരും. പക്ഷേ ഈ ഒരു കാറ്റഗറി, ഈ 2650 യൂറോ എന്ന് പറയുന്നത് നിങ്ങൾ ചേർച്ച് ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഭവം. ബേസിക്കലി നിങ്ങളിപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ കൂടി നിങ്ങൾ അത് ഡിക്ലെയർ ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ചേർച്ച് ടാക്സ് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക്. അപ്പോൾ അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ജോലി എന്നുള്ളത്. ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ പൈസയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ മ്യൂണിക്കോ ബെർലിനോ അങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ സാലറി ഉറപ്പായിട്ടും ഇത്തിരി കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ സാക്സണിയോ താഴെ ഡ്രസ്ഡൻ അല്ല എനിക്ക് തോന്നുന്നു കെമിനിറ്റ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ സാലറി അതിനനുസരിച്ച് ഇത്തിരി കുറവായിരിക്കും. കാരണം അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്ഥലം അനുസരിച്ചിരിക്കും. പിന്നെ ഉള്ളത് സിംഗിൾ ആണോ നിങ്ങൾ, മാരീഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ടാക്സ് ക്ലാസ് മാറും. ഇപ്പം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ക്ലാസ് 1 ആണ്. ശ്രദ്ധിക്കുക, എനിക്ക് തോന്നുന്നു മാരീഡ് ആയ യുവർ ടാക്സ് ക്ലാസ് ബിക്കംസ് 3. അപ്പോൾ കൂടുതൽ സേവിങ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് സിംഗിൾ, പബ്ലിക് ഇൻഷുറൻസ്, നോ ചിൽഡ്രൻ ഒബ്വിയസ്ലി, ചേർച്ച് ടാക്സ് ഒന്നുമില്ല. ഐ എം ബേസ്ഡ് ഇൻ ബ്രാൻഡൻബർഗ്. ഞാൻ പോട്സ്ഡാം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. എൻ്റെ കമ്പനി എന്നുള്ളത് ആക്ച്വലി ബ്രാൻഡൻബർഗ് സ്റ്റേറ്റിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ 2650 യൂറോസ് ആണ് നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നത് ആഫ്റ്റർ ടാക്സ്. ഇനി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചിലവ് വരുന്നതെന്ന്. ഇതും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾ എങ്ങനത്തെ ഒരാളാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ മണി, ഇതിനനുസരിച്ച് വരും. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു ലെവൽ ഓഫ് സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരുപാട് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല, ഒരു സിമ്പിൾ ആയതുകൊണ്ട് അങ്ങനെയുള്ള ടൈപ്പായിരിക്കും. ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ മേജർ, ഈ 2650 അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മേജറായിട്ട് നിങ്ങൾക്ക് പോകാൻ പോകുന്ന ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെൻ്റാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മേ ബി നിങ്ങൾക്ക് കെമിനിറ്റ്സിൽ 650 പകരം 2400 കിട്ടുക എന്ന് വിചാരിക്കുക കയ്യിൽ. അവിടുത്തെ ഗുണം എന്താ വെച്ചാൽ അവിടെ റെന്റ് കുറവാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ പോട്സ്ഡാം ഒരു പോർഷ് ഏരിയ ആണ് ആക്ച്വലി ഞാൻ നിൽക്കുന്നത്. ആൻഡ് പൊതുവേ പോട്സ്ഡാം ഇത്തിരി റെന്റ് കൂടുതൽ തന്നെയാണ്. ഈവൻ ബെർലിനെ കമ്പയർ ചെയ്യുമ്പോൾ പോട്സ്ഡാം കൂടുതലാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി ഡോംസ് ഒക്കെ ഉണ്ട്, ബട്ട് അത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് 22 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ ഇത് പറയുമ്പോൾ ഇവിടെ വീഡിയോ ഇടാം. ബേസിക്കലി അപ്പാർട്ട്മെന്റ് അത്യാവശ്യം സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന് പറയും. കിച്ചണും ഹാളും ബെഡ്റൂമും എല്ലാം ഒരേ ഒരു റൂമിൽ, ഒരു സെപ്പറേറ്റ് ബാത്തും. അപ്പോൾ എനിക്ക് ഇത് മതിയാവും. ഒരാൾക്ക് ബെസ്റ്റാണ് ഈ ഒരു ഹൗസിങ്. എനിക്ക് എൻ്റെ ഓഫീസിനും അടുത്താണ്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് വലിയ വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ച് റെന്റ് കൂടും. ഈ ഒരു ചെറിയ സെറ്റപ്പിന് ഞാൻ കൊടുക്കുന്നത് ഇൻക്ലൂഡിങ് നമ്മുടെ ഇലക്ട്രിസിറ്റി, വാട്ടർ, വൈഫൈ എല്ലാം. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു സ്റ്റുഡൻറ് ഡോം അല്ല. ഇപ്പോൾ കെമിനിറ്റ്സിലൊക്കെ ഞാൻ ഹീറ്ററിൽ ഫുള്ളിൽ വെച്ചിട്ട് എത്ര ചെയ്താലും അത്ര റെന്റ് കൊടുത്താൽ മതി. ഇവിടെ അത് നടക്കില്ല. ഓൾദോ ഇതെല്ലാം ഇൻക്ലൂഡ് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ചാൽ അതിനുള്ള പൈസ ആ വർഷം കഴിയുമ്പോൾ വരും. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. 600 യൂറോ ആണ്, 593 ഞാൻ റൗണ്ട് ചെയ്തു. 600 യൂറോസ് ആണ് ഞാൻ ഈ ഒരു റെന്റ്
ഒരു സെറ്റപ്പിന് ഞാൻ കൊടുക്കുന്നത്. സോ ദിസ് ഇസ് എ മേജർ പോർഷൻ ഓഫ് മൈ സാലറി പോകുന്നത്. ഓക്കെ, €600. അടുത്തത് ഗ്രോസറി. ഇവിടെയും എന്താ പറയുക, ഡിപ്പെൻഡ് ചെയ്യും ഓരോ ആൾക്കാർ എങ്ങനെയാണ് ഗ്രോസറി വാങ്ങിക്കുന്നത് എന്നുള്ളത്. ഞാനൊരു ആവറേജ്, എൻ്റെ ഒരു ആവറേജ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ €200 എനിക്ക് ആവുന്നുണ്ട് ഗ്രോസറി. അതിന് കാരണം ഐ ബൈ സപ്ലിമെൻറ്റ്സ്. ഞാൻ ക്രിയേറ്റിൻ വാങ്ങിക്കാറുണ്ട്, പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാറുണ്ട്, ആൻഡ് എന്താ പറയുക, അതർ സപ്ലിമെൻറ്റ്സ് ഞാൻ വാങ്ങിക്കാറുണ്ട്, BCAA. സോ €200 ആണ് എൻ്റെ ഗ്രോസറി മാസം. നിങ്ങൾക്കത് വേരി ആവും, ബട്ട് എൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് പറയണം. പിന്നെ നിങ്ങളുടെ സിം. എൻ്റെ സിം €10 ആണ്. അപ്പോൾ ഈ €10 9.99 എന്തോ €10 എനിക്ക് തോന്നുന്നു 20 GB എന്തോ ആണ് എൻ്റെ ഡേറ്റ. അപ്പോൾ എൻ്റെ സിം €10 ആവാറുണ്ട്. പിന്നെ ജിം, ഇതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ഇവിടുത്തെ കുറച്ച് എക്സ്പെൻസീവ് ജിമ്മാണ്. അതേ ഓഫറിലെടുത്താണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. €40 ആവുന്നുണ്ട് എനിക്ക് മാസം ജിമ്മിലേക്ക്. അപ്പോൾ എൻ്റെ ജിമ്മ് കഴിഞ്ഞില്ലേ. പിന്നെ ഒരു മിസലേനിയസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. റെന്റ്, ഗ്രോസറി, സിമ്മ്, ജിമ്മ്, മിസലേനിയസ് ഞാനൊരു €40 ഇട്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ എക്സെട്ര. ഇപ്പോൾ പല മാസങ്ങളും നമുക്ക് ഇത് വേരി ചെയ്യും. ചിലപ്പോൾ നമ്മൾ പുതിയൊരു ക്യാമറ വാങ്ങിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതിനനുസരിച്ച് മാറും. പക്ഷെ ഞാനിതൊരു ആവറേജ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ DB ടിക്കറ്റ്, അതായത് എൻ്റെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഇപ്പോൾ €63 ആണ്. ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഇത് എടുക്കേണ്ടി വരുമായിരിക്കും. നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടതായിരിക്കും, ഡെയിലി ട്രെയിനിലായിരിക്കും നിങ്ങൾ പോകണ്ടാവുക. സോ നിങ്ങൾ എടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ €63 DB. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ചിലവ്. അപ്പോൾ നമ്മൾ 2650 എൻ്റെ എല്ലാ ചിലവും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ എല്ലാ ചിലവും കൂടിയിട്ട് €953 ആണ് വരുന്നത്. അതായത് €953. സോ 2650 ഞാൻ 953 കുറച്ച് കഴിഞ്ഞാൽ €1697 വരുന്നുണ്ട്. €1697. അത് നിങ്ങൾ INR കൺവേർട്ട് ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ. ഇതാണ് ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. നിങ്ങൾക്ക് ഇത്ര രൂപ കയ്യിൽ കിട്ടും ഇതുപോലെ ഒരു സിസ്റ്റം ആണെങ്കിൽ കേട്ടോ. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ശമ്പളം കൂടുതലാവാം, കുറവാവാം, നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ചിലപ്പോൾ കൂടുതലാവാം, ബട്ട് ഏകദേശം €1697 ആഫ്റ്റർ ടാക്സസ് നിങ്ങളുടെ കയ്യിൽ എല്ലാ മാസവും നിൽക്കും. അതാ പറഞ്ഞത്, നിങ്ങളുടെ റെൻ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇതിൽ പോർഷനായിട്ട് പോകാൻ പോകുന്ന ഒരു സാധനം. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കാശ് നിൽക്കും. ആൻഡ് റെൻറ്റിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം എനിക്ക് ഷെയറിംഗ് ഒന്നുമില്ല, എനിക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഓക്കെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, ആടാം, പാടാം, നെയ്ബേഴ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് എ ഒരു ന്യൂ അപ്പാർട്ട്മെൻ്റ് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് സ്മോൾ, പക്ഷെ എനിക്കൊരാൾക്ക് ഇത് ധാരാളമാണ്. ഇതൊരു ഷെയർഡൊന്നും അല്ല. എനിക്കൊരു ചെറിയ കിച്ചൺ ഉണ്ട്, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം ഉണ്ട്. ബേസിക്കലി ഞാൻ കെമിനിറ്റ്സിൽ നിന്ന റൂമിൻ്റെ കുറച്ചുകൂടി വലുത്, വിത്തൗട്ട് ഷെയറിങ്, അത്രേ വ്യത്യാസമുള്ളൂ. ബട്ട് ഐ ഫീൽ വെരി കംഫർട്ടബിൾ ഹിയർ. എല്ലാവരും ഈ ഒരു മൈൻഡ് സെറ്റ് ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒരു TV റൂം വേണം ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് റെന്റ് കൂടും. ബട്ട് നിങ്ങളിപ്പോൾ കെമിനിറ്റ്സിലാണെന്ന്, ഫോർ എക്സാമ്പിൾ കെമിനിറ്റ്സിലാണെങ്കിൽ ഈ €600 യു വിൽ ഗെറ്റ് എ 1 BHK ഫ്ലാറ്റ്. ഒരു സെപ്പറേറ്റ് ബെഡ്റൂം, ഒരു സെപ്പറേറ്റ് കിച്ചൺ, ഒരു സെപ്പറേറ്റ് ബാത്റൂം, ഒരു ഹാള് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അപ്പാർട്ട്മെന്റ് €600 അടിപൊളി സാധനം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കെമിനിറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ സാലറി ഇത്തിരി കുറവായിരിക്കും, ബട്ട് നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് അതിനനുസരിച്ചായിരിക്കും. സോ ബേസിക്കലി സേവിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ യു ഷുഡ് ഓഫ് കോഴ്സ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഒരിക്കലും ഏതാണോ നല്ല സ്ഥലം അവിടെ പോയി സെറ്റിൽ ആവാൻ നോക്കരുത്. എവിടെ ജോലി കിട്ടണോ ഇനീഷ്യലി അവിടെ പോവുക. എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 2-3 years എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ ഡിസൈഡ് വെയർ ടു ലിവ്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിനെ നന്നായിട്ട് ബാധിക്കും. ഇപ്പം ഞാനുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ
in Potsdam. Of course, it's a posh area, but it's a very good place. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ ഫുൾ ഫാമിലീസ് ആണ്, സ്റ്റുഡൻസ് ആണ്. ഇവിടെ ഗ്രോസറി ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഇസ് ലൈക്ക് 10 minutes walk from here. Bus stop is like 3 minutes, 4 minutes from my place. അപ്പം അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കാലിറ്റിയാണ്. ഭയങ്കര എവിടെ വേണമെങ്കിലും പോവുക, അങ്ങനെ ഒരു ലൊക്കാലിറ്റിയാണ്. കച്ചറയില്ലാത്ത ലൊക്കാലിറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് വലിയ സിറ്റിയുടെ നടുവിൽ ഇങ്ങനെ എന്താ പറയുക ഹോങ്കിങ്ങും അല്ലെങ്കിൽ ഫുൾ തിരക്ക് പിടിച്ച സ്ഥലത്തിൻ്റെ നടുവിൽ നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കെമിനിറ്റ്സും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ ബാധിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ 1697 യൂറോ നിങ്ങൾക്ക് മാസം സേവ് ചെയ്യാൻ പറ്റും. സോ ഇതും നിറയെ പേർക്ക് ഇപ്പം ഈ ഫിഗർ കേൾക്കുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഓ ഇതാണല്ലേ, ഓക്കെ മനസ്സിലായി എന്നുള്ള രീതിയിൽ. എന്താ പറയുക, ചില ആൾക്കാർക്ക് കുറേ സേവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. എല്ലാവരും പറയും ജർമ്മനിയിൽ വന്നാൽ ടാക്സ് ഫുള്ള് പോകും കേട്ടോ, കാശൊന്നും കയ്യിൽ നിൽക്കില്ല എന്ന്. ബട്ട് റിയലിസ്റ്റിക്കലി നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു 1697 ആസ് എ സ്റ്റാർട്ടിങ് ജോബ്, ഓഫ് കോഴ്സ് ഞാൻ പിന്നെയും പറയാണ്, ഇതൊരു സ്റ്റാർട്ടിങ് ജോബാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു എമൗണ്ട് തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ്, ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനനുസരിച്ചുള്ള ശമ്പളം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് 1697 യൂറോ നമ്മുടെ മാസം കയ്യിൽ വരികയാണെങ്കിൽ നല്ലൊരു സംഭവമായിരിക്കും. നിങ്ങൾക്ക് ലോൺസ് അങ്ങനത്തെ പരിപാടികളൊക്കെ അടച്ചു തീർക്കാൻ ഈസി ആയിട്ട് പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. സേവും ചെയ്യാൻ പറ്റും അത്യാവശ്യം. നിങ്ങൾ ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഓരോ ആൾക്കാർക്ക് ഓരോ ഫിനാൻഷ്യൽ ഇതാണ്. അപ്പോൾ എത്ര ലോൺ അടയ്ക്കണം, എത്ര സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, എത്ര അയച്ചു കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സാലറി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഐ വിൽ റിപ്ലൈ. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതുവരയ്ക്കും ദിസ് ഇസ് ബൈസപ്പ് മണി സൈനിങ് ഓഫ്. യെസ് ഗൈസ്, ഞാൻ ഇനി വരികയാണ്. ഐ എം ബാക്ക്. ഐ വിൽ ബി കൺസിസ്റ്റൻറ്റ്. ഇപ്രാവശ്യം ചുമ്മാ പറയല്ല, ശരിക്കും. സോ ഇനിയും കുറച്ച് ഇൻ്റർവ്യൂസ് ആൻഡ് ഓൾ ആർ കമ്മിങ്. ആൻഡ് ഞാൻ അതേപോലെ തോന്നിയ വീഡിയോസ് ഇങ്ങനെ ഇടും. ആൻഡ് ഐ ഹവ് ഓൾസോ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് വ്ളോഗിങ്. സോ ഞാനൊരു 2-3 ദിവസം മുമ്പ് ഇങ്ങനെ എൻ്റെ വ്ളോഗിങ് പഴയ വ്ളോഗൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് തിരിച്ചത് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഐ വിൽ ബി ഡൂയിങ് വ്ളോഗ്സ് ആസ് വെൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. Until then, this is Bicep Money signing off. Ciao. Bye.